എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളും അതുപോലെ തന്നെ സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന വിഹിതങ്ങളും മറ്റു കാര്യങ്ങളുമാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി പറയാം. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് ഒരു പാക്കറ്റിന് 7 രൂപ വീതം നൽകണം. 27 രൂപക്ക് 1 കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിനുണ്ട്. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട നൽകുന്നതാണ്. അതുപോലെ തന്നെ അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 9 രൂപ വീതം നൽകണം. നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരിയാണുള്ളത്. അത് 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. 17 രൂപക്ക് 1 മുതൽ 4 വരെ ആട്ടയും ലഭിക്കുന്നതാണ്. വെള്ള റേഷൻ കാർഡിൽ 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 1 മുതൽ 4 വരെ ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 17 രൂപക്ക് ഒരു ആട്ടയും ലഭിക്കുന്നതാണ്. വൈദ്യുതീകരിച്ച വീടിന് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ കാലയളവിൽ മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് 1/2 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ്. വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ 6 ലിറ്റർ മണ്ണെണ്ണ ഈ കാലയളവിൽ ലഭിക്കുന്നതാണ്. ജനുവരിയിൽ വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇനി ഈ മാസമോ അടുത്ത മാസമോ ലഭിക്കുന്നതല്ല. മുൻഗണനാ റേഷൻ കാർഡിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സമയം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 69,000-ലധികം ഒഴിവുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തി അപേക്ഷ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കണം എങ്കിൽ കാർഡ് മാറ്റണം, പിങ്ക് റേഷൻ കാർഡ് കൂട്ടണം. അതുകൊണ്ട് തന്നെ അതിന് അർഹതയുള്ളവർ, അത് താല്പര്യമുള്ളവരെല്ലാം ഈ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകിയിട്ട് പിങ്ക് റേഷൻ കാർഡ് ആക്കുക. അതിനുശേഷം ഈ സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ നൽകുക. 13-ാം തീയതി വരെ അതിന് അവസരമുള്ളൂ. അപ്പോൾ ഇത് ഗൗരവമായിട്ട് ചിന്തിക്കുക. മറ്റൊന്ന്, സപ്ലൈകോ വിഹിതങ്ങളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ 20 കിലോ അരി 25 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. സബ്സിഡി അരിക്ക് 33 രൂപയാണ്, പച്ചരിക്ക് 29 രൂപയാണ്. 8 കിലോ അരിയാണ് സബ്സിഡി അരി ലഭിക്കുക. 2 തവണയായിട്ട് വാങ്ങണം. പക്ഷേ സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ റേഷൻ കടയിലൂടെ ലഭിക്കുന്ന വില കുറഞ്ഞ അരി 25 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അത് 20 കിലോ അരിയാണ് ലഭിക്കുക. അതും സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്നതാണ്. മറ്റ് സബ്സിഡി ഇതര സാധനങ്ങളും വില കുറവിൽ ലഭിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്ക് ബൈ.